ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ചങ്ങാതിയെ കൊണ്ട് തോറ്റു. 200% താരിഫ് ചുമത്തുമെന്ന് ഭീഷണി മുഴക്കി. ഭയന്ന് ഇന്ത്യ സംഘർഷത്തിൽ നിന്ന് പിന്മാറിയെന്ന ട്രംപ്. സംഘർഷത്തിനിടയിൽ 10 യുദ്ധവിമാനങ്ങളാണ് തകർന്നത്. ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഗാസ ബോർഡ് ഓഫ് പീസ് യോഗത്തിലാണ് ട്രംപിന്റെ അവകാശവാദം. പിയാ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങൾ. പിയാ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. പിയാ സുനിൽ, ട്രംപ് അതേ അവകാശവാദം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി ഇതാണ് സത്യമാണോ എന്തോ? നമ്മുടെ വിദേശ മന്ത്രാലയമാണെങ്കിൽ അതോട്ട് അംഗീകരിച്ചിട്ടുമില്ല അല്ലേ? അരുൺ, തീർച്ചയായും ഗുഡ് മോർണിംഗ്. ഏതായാലും ട്രംപിന്റെ ഈ അവകാശവാദം ഒരുപക്ഷെ 80-ലേറെ തവണ തുടരുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതിനായി താൻ ഇടപെട്ടു എന്ന് പറയുന്നതിനൊപ്പം ഇത്തവണ ട്രംപ് കുറച്ചുകൂടി കടന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയെ വിരട്ടി എന്നാണ്. 200% അധിക തീരുവ ചുമത്തും എന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണി കേട്ട് ഇന്ത്യ വിരണ്ടു. പിന്നീട് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ നിന്ന് പിന്മാറി എന്നാണ് ഇപ്പോൾ ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കയ്യിൽ നിന്ന് പണം പോകും എന്ന് വന്നതോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും ഈ ഒരു സംഘർഷത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്ന് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുകയാണ്. പല അന്താരാഷ്ട്ര വേദികളിലുമൊക്കെ തന്നെ ട്രംപ് ഈ ഒരു അവകാശവാദം തുടർച്ചയായി ഉന്നയിക്കുകയാണ്. ഈ സംഘർഷങ്ങൾക്കിടയിൽ 10 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നും ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. അതുകൊണ്ട് വലിയ സമാധാനവാദിയായാണ് ട്രംപ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. ആരും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗാസ ബോർഡ് ഓഫ് പീസ് യോഗത്തിലാണ് ട്രംപ് ഇപ്പോൾ പുതിയ ഒരു കാര്യം പറയുന്നത്. ഇന്ത്യ വിരട്ടി, ആ വിരട്ടലിൽ ഇന്ത്യ വിരണ്ടു, അതിനെ തുടർന്ന് ഈ സംഘർഷത്തിൽ നിന്ന് പിന്മാറി എന്നൊക്കെയുള്ളത്. ഏതായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായതിന് പിന്നാലെ ഏതായാലും ഈ ഒരു അവകാശവാദം ട്രംപ് വിടുന്നില്ല. അതേസമയം ഇപ്പോഴും ട്രംപിന്റെ അവകാശവാദം കേന്ദ്ര സർക്കാർ തള്ളുകയാണ്. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴുമുള്ളത്. അതേസമയം ട്രംപിന്റെ നിലപാട് മാറ്റാൻ തയ്യാറല്ല. ഇടപെട്ടത് താൻ തന്നെയാണ്, ഈ സംഘർഷം അവസാനിപ്പിച്ചത് താൻ തന്നെയാണ്. മാത്രമല്ല ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുപോലെ വിരട്ടി. ആ വിരട്ടലിൽ രണ്ട് രാജ്യങ്ങളും ഈ സംഘർഷത്തിൽ നിന്ന് പിന്മാറിയെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. ഓക്കെ, എന്താണ് പറയുക? താങ്ക് യു പിയാ സുനിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആര് നമ്മുടെ മൈ ഫ്രണ്ടോ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു. മോദിക്ക് അങ്ങനെ തന്നെ വേണം എന്ന് ലാവൻഡർ എന്ന് പറയുന്ന ആൾ പറയുന്നു. ഇന്ത്യ ഭരിക്കുന്നത് ട്രംപാണോ മോദിയാണോ എന്നാണ്. കപിൽ സിബൽ അതിനുപയോഗിച്ച വാക്കെന്തറിയോ? ഇത് ട്രംപ് നിർഭർ ഭാരത് ആണോ എന്നുള്ളതാണ് കപിൽ സിബലിനെ പോലെയുള്ള ആളുകളൊക്കെ ചോദിച്ചത്. കാര്യം നമ്മൾക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ? എങ്ങനെയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന കാര്യം അമേരിക്കയിൽ നിന്ന് ഒരു പ്രസിഡന്റ് നമ്മളെ അറിയിക്കുന്നത്? വെനിസ്വലയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കുന്നത്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ കണ്ടുകിട്ടുമ്പോൾ നമ്മൾ പേടിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം.